എന്ത് ഡാൻസ് ഇത്? ഗംഭീരം പരിപാടി, കിടിലം പരിപാടി, അടിപൊളി അടിപൊളി. ആ ഡാൻസ് സൂപ്പർ. മാജിക് അടിപൊളിയല്ലേ? അവിടെ നോക്കുമ്പോ മാജിക് ഭയങ്കര റിഹേഴ്സല്, ഭയങ്കര സംഭവം. ഞങ്ങള് മാജിക്കിന്റെ ഒരു പരമ്പരയിലുള്ള ആളുകളാണ്. പിന്നെ എന്റെ അമ്മാവൻ ഭയങ്കര മജീഷ്യനല്ലേ? സ്വന്തം അമ്മാവനോ? എന്റെ സ്വന്തം അമ്മാവൻ, ഐ മീൻ അമ്മാവൻ, അമ്മയുടെ ആങ്ങള. പുള്ളി എന്ത് തരം ഫയർ എസ്കേപ്പാ ചെയ്യുന്നത്? പുള്ളിയുടെ ഫയർ എസ്കേപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഏതെങ്കിലും മാടക്കടയിൽ നിന്ന് ഫയർ മാസ്ക് മേടിച്ചിട്ട് കട്ടിലിനടിയിൽ വെക്കും. പുള്ളി ഞാൻ കാണാതെ അതുകൊണ്ട് എസ്കേപ്പ് ആവും. അയ്യോ, അതല്ല ഏട്ടാ ഫയർ എസ്കേപ്പ് എന്ന് പറയുന്നത്. വലിയ വൈക്കോൽ കൂനയില് തീ കൊടുത്തിട്ട് അതിനുള്ളിൽ ബന്ധനസ്ഥനായ മജീഷ്യൻ ഇറങ്ങി ഓടുന്നതാ ഫയർ എസ്കേപ്പ്. അതറിയാം, പുള്ളിക്കറിയാം. എന്റെ പൊന്നു ചങ്ങാതി, പുള്ളി മജീഷ്യനാന്ന് പറഞ്ഞ ഒരു പണിക്കും പോകാതെ വീട്ടിലിരിക്കണ കൺമഷിയൊക്കെ എടുത്ത് കണ്ണിലും പുരുകത്തിലൊക്കെ തേച്ച് വലിയൊരു തൊപ്പിയും വെച്ച് വലിയൊരു ഒച്ചയും കേൾപ്പിച്ച് നടക്കണമല്ലാതെ പുള്ളി പണിക്ക് പോകില്ല. അമ്മായിയാണെ പണി ചെയ്ത് മടുത്തിട്ട് കൊഞ്ചു ഉളഞ്ഞു നിൽക്കണേ. ഒരു ചുമക്കൊക്കെ ഉണ്ടല്ലോ, വാരിയലൊക്കെ ഇങ്ങനെ മുള്ളമ്മന്നിയുടെ പീരി പോലെ നീർന്നിട്ട് താഴത്തേക്ക് വരും. ആ രീതിക്ക് അമ്മായി അങ്ങ് പണിയെടുത്ത് കഷ്ടപ്പെട്ടു. ശരി, ഒരു ദിവസം അമ്മായി പണിയും കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പം പുള്ളി സർവ്വക്കല്ല് കയറുന്ന വീട് വലിച്ചോണ്ടിരിക്കുക തൊപ്പിയും വെച്ചു. അമ്മായി ചോദിക്കുക, ഇയാൾക്ക് എവിടെയെങ്കിലും പോയി ചത്തു കൂടറേ കാലാന്ന്. അത് ദുരഭിമാനിയായ അമ്മാവന്റെ ചങ്കത്ത് കൊണ്ട് അമ്മാവനൊരു കാര്യം ചെയ്തു, ടിക്കറ്റ് പ്രോഗ്രാം വെച്ചിട്ട് ഒരു ഫയർ എസ്കേപ്പ് അങ്ങ് നടത്തി. അതായത് വൈക്കോൽ ഇങ്ങനെ കൂട്ടിയിട്ട കത്തിക്കുക. വൈക്കോല് ഫുള്ള് തീർന്നിട്ടും അമ്മാവൻ കത്തി തീരുന്നില്ല. ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സിനെ വിളിച്ചപ്പോ അവര് പറയുക, തീ അണയാതെ സൂക്ഷിക്കണം, ഞങ്ങൾ വന്നിട്ടേ കെടുത്താവുള്ളൂ എന്ന്. ഞാൻ പിന്നെ അവിടെ കിടന്ന ഞൊട്ടയും ഞോളയും ചിരട്ടയൊക്കെ വാരിയിട്ട് കത്തിച്ചു. അപ്പൊ നമുക്ക് അമ്മാവൻ എഴുന്നേറ്റ് വരാൻ നോക്കും, മടലെടുത്തോ ഒറ്റയടി. ഫയർഫോഴ്സിന് വന്നിട്ട് എഴുന്നേറ്റാ മതിയെന്ന് ഞാനങ്ങ് പറഞ്ഞു. എന്നിട്ട് കുറെ ആൾക്കാർ ചോദിക്കാനും പറഞ്ഞു, ഇവിടെ ആരില്ലൂടോ, ഇത് എന്തൊരു നാടാണിത്, ഒന്ന് പ്രതികരിക്കാനും ഇവിടെ ആളില്ലേ? ഒരു പാവം ചെറുപ്പക്കാരനെ പട്ടിയെ പോലിട്ട് തല്ലിയിട്ട് ഒറ്റയൊരുത്തും പ്രതികരിച്ചില്ല. ഇതെന്തൊരു നാടാണിത്? എന്തൊരു സംസ്കാരമാണിത്? ഇതിലുള്ള ആൾക്കാരാണോ ഇത് ഇവിടെ ഉള്ളത്? ഇയാൾക്ക് അങ്ങ് ചോദിക്കാൻ പാടില്ലായിരുന്നോ? ഞാൻ ചോദിക്കാൻ പാടില്ല. എന്റെ അണ്ണാക്കി ഒരു ഡബിൾ ബെഡ് കുത്തിത്തിരികി വെച്ചിട്ട് എന്നെ ഇടിച്ചാൽ ഞാൻ എങ്ങനെ ചോദിക്കാനാണ്? ഇയാളാണോ ഇടിച്ചത്? ഇടിച്ചത് ശരി, ഭീമന്റെ വീട്ടിൽ ഇടി മൊത്തം കൊണ്ട് പറഞ്ഞേട്ടോ. ആട്ടെ, എന്തിനാ ഇടിച്ചെന്നു സാറിനറിയാമോ? നമ്മുടെ ആ ജംഗ്ഷന്റെ വളവിന് ഒരു കുളമുണ്ടെന്ന്. ഒരുപാട് പെണ്ണുങ്ങളെ കുളിക്കുന്നൊക്കെ ആണ് ആ കുളത്തില്. അപ്പൊ അതിന്റെ സൈഡിൽ ഒരു പോസ്റ്റ് ഉണ്ട്. ഞാൻ ആ പോസ്റ്റേ കയറി രാവിലെ 8:30 ആയപ്പോ ഒരു ബൾബ് മാറാൻ കയറിയതാണ്. ഒരു 12:30 ഒക്കെ ആയപ്പോ കുറെ ചെറുപ്പക്കാര് പത്തലും കുറുപടിയൊക്കെ ആയിട്ട് വന്ന് എന്നെ അതിനകത്തൊന്ന് പിടിച്ചിളക്കി ആ പോസ്റ്റേ കെട്ടിയിട്ട് തല്ലിയാണ്. എപ്പ കയറിയെന്ന്? രാവിലെ 8:30 ആയപ്പോ കയറിയതാണ്. കയറിയിട്ട് 12:30 ആയപ്പോ പെണ്ണുങ്ങളെ കുളി കഴിഞ്ഞ് പോയല്ലോ. 12:30 ഒക്കെ ആയപ്പോ അപ്പോഴാണ് അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ ബന്ധുക്കാരാണോ എന്ന് എനിക്ക് അറിയത്തില്ല വന്ന് ഈ മാതിരി തോന്നിവാസം എന്റെ അടുക്ക് കാണിച്ചത്. അതായി തോന്നിയാസം. 12:30 ഇറങ്ങി തെറ്റില്ല. ഇയാളെ കൊല്ലണം. ഇയാളുടെ പേരെന്താന്ന് പറഞ്ഞേ? എന്റെ പേര് കൃഷ്ണൻ. ഇതൊക്കെ എങ്ങനെയാടാ? കൃഷ്ണനാണത്. സാറിന്റെ പേരെന്നാ? എന്റെ പേര് അഡ്വക്കേറ്റ് നാരായണൻകുട്ടി വൈറ്റില. വൈറ്റിലുണ്ടോ? എത്ര മാസം? അതല്ല പറഞ്ഞേ, എറണാകുളം വൈറ്റില. എറണാകുളം നിന്റെ വയറ്റിലാണോ? അപ്പൊ നീ എറണാകുളം എടുത്ത് വിഴുങ്ങൂടാ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അവനാണ്. എങ്കിൽ ഈ കേസിന് ഫീസില്ല, ഈ കേസ് ഫ്രീ. ഇവനെ ഞാൻ തന്നെ തൂക്കിക്കൊന്നിട്ട് ഞാൻ തന്നെ ജയിലിൽ പൊക്കോളാം. അവൻ പേടിച്ച് പോയിട്ടോ അവൻ. മിസ്റ്റർ വക്കീലൻ, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു KSEB ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്. KSEB ഉദ്യോഗസ്ഥനായിരുന്നു? അതെ. ഏത് പോസ്റ്റിൽ? കേടായ എല്ലാ പോസ്റ്റിലും, പ്രത്യേകിച്ച് കുളിക്കടവിനടുത്തുള്ള എല്ലാ പോസ്റ്റിലും മൂപ്പര്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ സാറേ? ഇതൊരു കൊലക്കേസാ സാറേ. ദൈവമേ, ഞാൻ കൊലക്കേസിലെ പ്രതികളുടെ നടുക്കിലാണോ ഞാൻ നിൽക്കുന്നത്? എന്ത് കൊല? അതല്ല, വാഴക്കൊലയാണോ? അല്ല, തേങ്ങാക്കൊല. തേങ്ങാക്കൊലയാണോ വാഴക്കൊലയാണോ? നിങ്ങൾ ഏതെങ്കിലും ഒന്ന് സ്ഥിരീകരിക്കുക സാറേ. നമ്മുടെ ഈ എന്റെ വീടിന്റെ അടുത്തുള്ള പെണ്ണുങ്ങൾക്ക് ഒന്നും കുളിക്കാൻ പറ്റത്തില്ല സാറേ. ഞാൻ സോപ്പ് എടുത്തോണ്ട് പോകും. അല്ല, പുള്ളി ഒളിഞ്ഞു നോക്കും. സാറേ, ഞാൻ അങ്ങനെ എന്ത് ചെയ്തെന്നറിയാം? നമ്മുടെ അതിരിന്റെ സൈഡിലുള്ള മുഴുവൻ സ്ഥലത്തും വാഴ വെച്ചു. ആ വാഴ കൊലച്ച സമയത്ത് ഇദ്ദേഹത്തിന്റെ പറമ്പിലോട്ടൊന്ന് ചാഞ്ഞു. അപ്പൊ മൂപ്പര് പറയാം, മൂപ്പരാണ് കൊല, മൂപ്പർക്ക് കൊടുക്കണമെന്ന്. ഏത്തക്കൊല മുഴുവൻ കൊലച്ചിരിക്കുന്നത്. ന്യായമല്ലേ സാർ? അതിന്റെ മൂന്ന് പറമ്പിലാണ് ഈ കൊല കിടക്കുന്നത്. ഈ വാഴക്കൊല കിടക്കുന്ന എന്റെ പറമ്പിലാണ്. അതിന്റെ കൊലയ്ക്ക് അവകാശം ഞാൻ എനിക്കല്ലേ? അതിന് മൂടിരിക്കുന്ന എന്റെ പറമ്പിലല്ലേ? മൂട് തന്റെ പറമ്പിലാണ്. താനെടുത്ത് മൂടെടുത്ത് തിന്നടോ, പുഴുങ്ങി തന്നെ. ഇവിടെ പറയണേ? ഇത് കോടതി പറയാനുള്ള പോലും എനിക്ക് അവസരമില്ല. ഞാൻ ഇവിടെയെങ്കിലും ഒന്ന് പറയട്ടെ. സാറിന്റെ ഫോൺ അടിക്കുന്നുണ്ടോ? എന്റെ ഫോൺ അടിക്കാൻ എന്റെ ഫോൺ അടിക്കാരനല്ല. ഹലോ, പറയ്.
എല്ലാം കൊണ്ടുപോയോ? ഒന്നും ബാക്കിയില്ലേ? അയ്യോ, എന്തിനാ കൊഞ്ഞാൻ കിട്ടുന്നേ? കരച്ചതാ. കരുതാടാ, ഞാനും നമ്മുടെ ആ കൊലകൾ മുഴുവല്ലേ ഇന്നലെ രാത്രി ഒരു കള്ളം വന്ന് കൊണ്ടുപോയെന്ന്. കള്ളം വന്ന് കൊണ്ടുപോയോ? ഒരു ഒറ്റ എണ്ണം പോലും ബാക്കിയില്ല. അയ്യോ, എന്റെ കൊല കൊണ്ട് കള്ളം കൊണ്ടുപോയി. That's all, Your Honor. പ്രമാദമായ ഒരു കൊലക്കേസിന്റെ വിധി ഇവിടെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. പ്രമോദ് ഏത് പ്രമോദിന്റെ കേസ്? ഒരു 3 ഡബിൾ മുണ്ട് കിട്ടുമോ? എന്തിനാ സാറേ? ഇവന്റെ വായിലും മൂക്കിലും ചെവിയിലും അടിച്ചു കയറ്റി വെക്കാനാ. എടാ ഒന്നും മിണ്ടാതിരിക്കടാ. അത് നട്ട് വളർത്തിയ ഇവനോ അതിൽ കണ്ണു നട്ട ഇവനോ അല്ല ആ കൊല തിന്നാനുള്ള വിധി. കട്ടോണ്ടുപോയ കള്ളനാണ്. That's all, Your Honor. ഓണറോ? That's all, Your Honor. ഇപ്പൊ correct ആയില്ലേ? ശരി. This is Grand Magical Circus. പവേർഡ് ബൈ കണ്ടം കുളത്തി കുങ്കുമചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. ഇനി ഈ വേദിയിലേക്ക് ആരാണ് പെർഫോം ചെയ്യാൻ പറ്റുന്നത്? യെസ്, ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. നെക്സ്റ്റ് പെർഫോമൻസ് ആരായിരിക്കും വരിക? ഞാൻ നമ്മുടെ പറയട്ടെ, ആ, ഒരു കണ്ടംപററി ഡാൻസിന്റെ ഒരു മണം അടിക്കുന്നുണ്ട് ആണോ? എന്നാണ് എന്റെ ദിവ്യദൃഷ്ടിയിൽ ഇങ്ങനെ കാണുന്നത്. ഏത് ദിവ്യദൃഷ്ടി? കലേഷേട്ടൻ കുറച്ചു മുമ്പ് ബാക്കിൽ പോയി നോക്കിയിട്ട് വന്നുള്ളൂ ആരാണ് അടുത്ത പെർഫോമേഴ്സ് എന്ന്. എനിക്കറിയില്ല, പറഞ്ഞോളൂ കലേഷേട്ട, ആരാണ്? കേരള മാൽക്കം ടീം. ഇതായിരുന്നു കേരള മാൽക്കം ടീം. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവേർഡ് ബൈ കണ്ടം കുളത്തി കുങ്കുമചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു.